കെപിസിസി അധ്യക്ഷനെതിരായ കൂടോത്ര വിവാദത്തിൽ മൗനം തുടർന്ന് കോൺഗ്രസ് നേതൃത്വം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തി. പ്രതിരോധത്തിലാകേണ്ട എന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കളുള്ളത്. അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട് നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ്. അരുൺ, ഈ വിഷയത്തിൽ നേതാക്കളുടെ പ്രതികരണം ഇല്ലാതെ പോകുന്നു, മൗനം തുടരുകയാണ്. അതേസമയം കേസ് അന്വേഷിക്കാനായി 2 പോലീസുകാരെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? കോൺഗ്രസിനെ നാണം കെടുത്തിയ കൂടോത്ര വിവാദത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ മൗനം തുടരുകയാണ്. ഒരു ചിരിക്കപ്പുറത്തേക്കും ഒന്നും അറിയില്ല, പിന്നീട് പ്രതികരിക്കാമെന്നതിനപ്പുറത്തേക്കും പറയാൻ ഇതുവരെയും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ തയ്യാറായിട്ട്. രാജ്ഭവൻ ഉണ്ണിത്താൻ മാത്രമാണ് വാർത്താ സമ്മേളനം നിർത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചത്. മറ്റ് കെപിസിസി അധ്യക്ഷനോ ഈ പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ ഇതുവരെയും കാര്യമായ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇന്നും പ്രതിപക്ഷത്തിന്റെ വാർത്താ സമ്മേളനം നിയമസഭയിൽ ഉണ്ടാകാനിടയുണ്ട്. സ്വാഭാവികമായും ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം സർക്കാർ ഇത് വലിയൊരു വിഷയമായി തന്നെ ഏറ്റെടുക്കുകയാണ്. നിയമ നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞു. അന്വേഷണം 2 അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഇത് അന്വേഷണം നടക്കുമെന്ന് ഉറപ്പാണ്. കെപിസിസി ആസ്ഥാനത്തടക്കം കൂടോത്രം നടന്നിട്ടുണ്ടെന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ട്. ശരി, വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.